നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടിന്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി കയറി നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. എന്തു പരീക്ഷണത്തിനും ഈ വ്യക്തി തയ്യാറാകുന്നു, എല്ലാം നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ പ്രണയബന്ധത്തിന്റെ പുതിയ തുടക്കം ഇതാ ആരംഭിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിന്റെ ഊർജവും അതിന്റെ ഭാവിയും നിങ്ങളുടെ വ്യക്തിയുടെ മുഴുവനും ആയിട്ടുള്ള ഊർജത്തെയുമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ കുറച്ച് പ്രണയ സന്ദേശങ്ങൾ കൂടി നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മനസ്സ് കീറി മുറിച്ചിരിക്കുന്ന ഒരു നിലയിൽ തന്നെയാണ് ഈ വ്യക്തിയെ കാണപ്പെടുന്നത്. തീർച്ചയായിട്ടും ഒരു ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഒട്ടും തന്നെ സംതൃപ്തികരമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനോടകം ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ വളരെ പോസിറ്റീവായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. അത് തീർത്തും അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. ആ രൂപപ്പെട്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രണയബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ അറിയുവാൻ ശ്രമിക്കുക ഈ പ്രണയബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് അറിയുക. മറ്റുള്ളവരിലൂടെ നിങ്ങളുടെ പ്രാധാന്യവും ഈ പ്രണയബന്ധത്തെക്കുറിച്ചും ഈ പേഴ്സൺ മനസ്സിലാക്കുക. അല്ലെങ്കിൽ സ്വയം തിരിച്ചറിവ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇത് സാധാരണ രീതിയിലുള്ള ഒരു പ്രണയബന്ധമല്ലെന്നും ഇത് അങ്ങനെ അങ്ങോട്ട് ജീവിതത്തിൽ യാതൊരു കാരണവശാലും എടുത്തു കളയാൻ പറ്റാത്തതാണെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രണയബന്ധമാണ് ഇത്. അതിനേക്കാൾ ഒക്കെ ഉപരി ഒരു ആത്മബന്ധം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിലുണ്ട് എന്നുള്ള സത്യം അതും കൂടെ ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് തിരിച്ചറിവുകൾ തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയിലേക്ക് രൂപപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ രൂപപ്പെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ രൂപാന്തരം സംഭവിച്ചാണ് അല്ലെങ്കിൽ പരിണാമം സംഭവിച്ചാണ് പുതിയ പുതിയ ജീവനുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നത് പോലെ ഈ ഒരു പ്രണയബന്ധത്തിൽ തുടക്കം മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യം വരെയും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോ പ്രശ്നങ്ങളും അതൊരു പ്രശ്നമായിട്ടാണ് വരുന്നത്. അത് നിങ്ങൾക്കിടയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനം സൃഷ്ടിക്കും. നിങ്ങൾക്കിടയിൽ ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ വരികയും അതുപോലെ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ നോ കോണ്ടാക്ട് അവസ്ഥകൾ വരും, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുക, പെട്ടെന്ന് അകന്നു പോവുക, പിരിഞ്ഞു പോവുക. ഇത്തരം ഒരു സാഹചര്യങ്ങളും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് തീർത്തും ഒരിക്കലും നിങ്ങളെ തകർക്കുവാൻ വേണ്ടിയിട്ടല്ല. ഈ പ്രണയബന്ധമാണെങ്കിലും നിങ്ങളെയും ഈ വ്യക്തിയെയും ഒരിക്കലും തകർക്കുവാൻ വേണ്ടിയിട്ടല്ല. വളരെ പോസിറ്റീവായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ആത്മീയപരമായിട്ടുള്ള വളർച്ച ഉയർന്നു വരുവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ മനഃശക്തി നല്ല രീതിയിൽ തന്നെ ഉയർത്തി എഴുന്നേൽക്കുവാൻ വേണ്ടിയിട്ടും തന്നെയാണ് പ്രപഞ്ചം ഇത്തരം അവസ്ഥകൾ ഈ ഒരു പ്രണയബന്ധത്തിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർത്തും നിങ്ങൾ സ്പിരിച്വലി ആത്മീയപരമായിട്ട് വളരെയധികം സ്ട്രോങ്ങസ്റ്റ് വെർഷനിലേക്ക് വരണം എന്നുള്ളത് ദൈവനിയോഗമാണ്, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് എന്ത് പരീക്ഷണം ഇവിടെ സംഭവിച്ചാലും ഇവിടെ നിങ്ങൾക്ക് ഈ വ്യക്തിയെയോ ഈ വ്യക്തിക്ക് നിങ്ങളെയോ ഉപേക്ഷിക്കുവാൻ യാതൊരു കാരണവശാലും സാധിക്കുകയില്ല. കുറച്ചു കാലഘട്ടത്തേക്ക് ചിലപ്പോൾ മാറി നിന്നു എന്ന് വരാം, അല്ലെങ്കിൽ ഈ ഒരു പ്രണയബന്ധം ചോദ്യചിഹ്നമായെന്ന് വരാം, അല്ലെങ്കിൽ നിന്നു പോകാം. പക്ഷേ അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട്, പുനരുത്ഥാനം ചെയ്യുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ പല സാഹചര്യങ്ങളിലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ വ്യക്തിയെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പല സാഹചര്യങ്ങളില്
കൈവിടേണ്ടി വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നേരെ തിരിച്ചുമാകാം. ഈ വ്യക്തിക്കും നിങ്ങളെ ഒരുപക്ഷെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാകാം പല സാഹചര്യങ്ങളും കാരണം. പക്ഷെ അതൊരിക്കലും നിങ്ങളെ രണ്ടുപേരും കൂടുതൽ കൂടുതൽ വീക്കാക്കാൻ വേണ്ടിയിട്ടല്ല. അതായത് ഒട്ടും തന്നെ വളരെയധികം ഒരു പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടല്ല. അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അത്രയും ആത്മീയപരമായിട്ട് ഉയരുവാനായിട്ട് ശ്രമിക്കുക. അത്രയും ആത്മീയപരമായിട്ട് ഉയരുക. അത് തന്നെയാണ് ഇവിടെ നമുക്ക് പറയുവാനുള്ളത്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒരു പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം ഈ പ്രണയത്തിന് അതിൻ്റെതായ ഒരു ഊർജമുണ്ട്. ആ ഊർജ തലത്തിൽ തന്നെയാണ് ഈ പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മാവിന്, സോളിന് യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. ഈ വ്യക്തിയെ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നുവോ അത്രയും തന്നെ ഈ വ്യക്തിയുടെ ആത്മാവും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സോൾ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ സോൾ എനർജിക്ക് ഇവിടെ യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഇപ്പൊ ജീവിതത്തിൽ സംഭവിച്ചു മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ ഒരുപക്ഷെ വളരെയധികം സ്റ്റക്കായി പോയിട്ടുണ്ടാകാം, തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അങ്ങനെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഈ വായന ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നതും. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. കുറെ കാര്യങ്ങൾ ത്യജിക്കുവാനും ഇതിനോടകം ത്യജിച്ചു കഴിഞ്ഞതായിട്ടും കാണിക്കുന്നു. നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല രീതിയിൽ തന്നെ വേറെ ബന്ധങ്ങളിലേക്ക് പോകാം, അല്ലെങ്കിൽ വേറെ വിവാഹ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളിലേക്കോ വേറെ ജീവിതത്തിലേക്കോ തന്നെ പോകാം. പക്ഷെ അങ്ങനെ മാറ്റിമറിക്കാൻ നിങ്ങളുടെ സോൾ അനുവദിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ ജന്മജന്മാന്തരങ്ങളായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ടും കാമുകന്മാരായിട്ടും ഏറെ കാലം പ്രണയിച്ചു നടന്ന വ്യക്തികളുടെ ഒരു ഊർജം കൂടിയാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കുറെ കാലങ്ങളായി നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയെ കിട്ടുന്നില്ല സ്നേഹിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുകയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇത്രയും കാലം നിങ്ങൾക്ക് കണ്ടെത്താനായില്ല. ഒടുവിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി. അല്ലെങ്കിൽ ഇതിനോടകം ഒരുപാട് ചീറ്റിങ്, ഒരുപാട് വഞ്ചനകൾ അതുപോലെ ഒരുപാട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നിങ്ങളെ മറ്റു പലവരും മോശമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് വളരെ സത്യസന്ധമായിട്ട് കണ്ടുമുട്ടിയ ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുജ്ജന്മത്തിൽ നിന്നുമൊക്കെ കർമ്മഫലമായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്നത്തെ വായനയിൽ. ഇവിടെ വേർപിരിയൽ ഉണ്ടായിട്ടുണ്ട്, പല തവണയും ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് മുജ്ജന്മം കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷെ എന്ത് തന്നെയായാലും ഇതിന്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു അവസാനം എന്ന് പറയുന്നത് അതൊരു സക്സസിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. ഏതൊരു നിമിഷവും നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി അവസാനിച്ചു എന്ന് വിചാരിക്കുമെങ്കിൽ പോലും അവിടെയും നിങ്ങൾക്ക് പുതിയൊരു സുവർണ അവസരം പ്രപഞ്ചശക്തി ഒരുക്കി തരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ധൈര്യമായിട്ടിരിക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്കപ്പോൾ കുറച്ച് പ്രണയ സന്ദേശങ്ങൾ വായിക്കാം. എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചുകൊണ്ട് നിന്റെ അടുത്തേക്ക് ഞാൻ വരുന്നു, നീ എന്നെ സ്വീകരിക്കുമോ? നീയുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഞാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. രാത്രികാലങ്ങളിൽ എനിക്ക് ഉറക്കമില്ല, നീ എന്നെ വിട്ടു പോകരുത് പ്ലീസ്, ഞാൻ നിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രണയ വായനയാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എവിടെ പോയാലും ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ്. ചിന്തകളെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല. അത് കൂടുതലും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തി മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, കൂടെ ഇരിക്കുന്നുണ്ട്, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് ഫിസിക്കൽ പരമായിട്ട് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം അകലത്തിലായിരിക്കാം ജീവിക്കുന്നത്. നേരിട്ട് കാണാൻ പോലും സാധിക്കുന്നില്ലായിരിക്കാം. ഫോണിലൂടെയും അല്ലെങ്കിൽ സംഭാഷണങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കാം നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു സ്നേഹം ഇപ്പോഴും മനസ്സിൽ ഉണ്ട്, അത് കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വായന ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.